ത്രിയേക ദൈവത്തിൻ്റെ ആധിപത്യത്തിൽ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തെ 14-ാമത്തെ ദിവസം, ഈ വർഷത്തെയും 14-ാമത്തെ ദിവസം, ബുധനാഴ്ച. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവം തന്ന കൃപാവരങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. ദൈവം തന്ന കൃപാവരങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. നാം ഓരോരുത്തരും വിചാരിക്കുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഇത്രയും കൃപാവരങ്ങളെ തന്നിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും നമുക്ക് കിട്ടുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും ഒന്നിച്ച് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാത്തത്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കാം. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ എന്ന് ഇവിടെ പറയുന്നു. വേദപുസ്തകത്തിൻ്റെ പഠിപ്പിക്കലായ ദൈവത്തിൻ്റെ കൃപ, മനുഷ്യൻ്റെ ഇച്ഛ എന്നീ രണ്ട് ആശയങ്ങളെ തമ്മിൽ പൊരുത്തപ്പെടുത്തുന്നത് എങ്ങനെ? അതുപോലെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന ഉപദേശവും ആഗ്രഹിക്കുന്ന ഏവനും കടന്നു വരട്ടെ എന്നുള്ള ആഹ്വാനവും നമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ഈ രണ്ട് കാര്യങ്ങളും ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇവ നാം വിശ്വസിക്കുന്നതിന് പകരം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ഭാഗത്തുള്ള കുഴപ്പം. രണ്ട് കാര്യങ്ങളും വിശ്വാസത്താൽ സ്വീകരിക്കുകയാണ് എങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ കാര്യമാണ്. വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയുമാണ്. ആകയാൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ പങ്ക് നാം നിർവഹിക്കുന്നുവെങ്കിൽ ദൈവം തൻ്റെ ഭാഗത്തു നിന്നും നിർവഹിക്കാനുള്ളതിൽ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല എന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം. തിരഞ്ഞെടുക്കുന്നത് ദൈവമാകുന്നു. അത് അവനായി വിട്ടേക്കുക. തനിക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അതുപോലെ രക്ഷയ്ക്കായുള്ള അവൻ്റെ ആഹ്വാനം സ്വീകരിക്കുന്നത് എന്നുള്ളതും നാമും നിശ്ചയപ്പെടുത്തിക്കൊള്ളുക. അതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ ഓരോരുത്തർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നതായ കൃപാവരങ്ങളെ നാം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, കോമൺ മാൻ ഈസ് തിങ്കിങ് അബൌട്ട് ദി ബ്ലെസ്സിങ്സ്. എനിക്ക് ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും അത് ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ചെക്ക് തന്നു എന്ന് ഇരിക്കട്ടെ. 10,000 രൂപയുടെ ഒരു ചെക്ക് നിങ്ങൾക്ക് തന്നു. സർ, ഒരു കാര്യം ചെയ്യും, ഇത് നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ചാരിറ്റി ഫണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയുടെ ചാരിറ്റി ഫണ്ടിൽ കൊടുത്തേക്കുക എന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? ആ ചെക്ക് കയ്യിൽ വെച്ചിട്ട്, നിങ്ങളുടെ പേരിൽ തന്ന ചെക്കായതിനാൽ നിങ്ങൾ അത് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറയും, സർ, എനിക്ക് ഇത് നിങ്ങൾക്ക് പേ ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തരുമ്പോൾ നമുക്കൊരു സംശയം വരും, ഈ അക്കൗണ്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ ചെക്ക് തന്നത് എന്ന്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ആ ചെക്കിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിദായകൻ എന്ന നിലയിൽ അതിൻ്റെ പുറകിൽ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അങ്ങനെ, അതായത് ഈ ബാങ്കിൻ്റെ ഉദാഹരണം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് കൃപാവരങ്ങളെ തരുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ സ്വീകരിക്കണമെന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മൾ പ്രാർത്ഥന ജൽപ്പനം എന്ന രീതിയിൽ ചൊല്ലി നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തക്കവണ്ണം നമ്മൾ തൃപ്തി അടയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തരുന്നതായ കൃപാവരങ്ങളെ നാം രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിക്കുന്നുണ്ടോ എന്നാണ് നാം ആദ്യം ഇവിടെ ചിന്തിക്കേണ്ടത്. അതായത് ദൈവം തന്ന കൃപാവരങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന്
നാം ആ ബാങ്കിൻ്റെ ചെക്കിനെ പോലെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് തരുന്നതായ ആ കൃപാവരങ്ങൾ നാം സ്വീകരിക്കണം. രണ്ട് കൈയും കൊടുത്ത് സ്വീകരിക്കണം. ബാങ്കിൽ കൊടുത്ത ചെക്ക് പോലെ നാം അത് ഒപ്പിട്ട് സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നാം അത് രണ്ട് കരങ്ങൾ നീട്ടി വാങ്ങിയില്ല എങ്കിൽ അതൊരിക്കലും ആ കൃപാവരം നമുക്ക് അത് ലഭിക്കുകയില്ല. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നതായ ഒരു വിശ്വാസി കുറച്ച് മുമ്പോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോട്ടിൽ ആൾക്കാർ കൂടുതലായത് കാരണം ബോട്ടിൽ വെള്ളം കയറാൻ തുടങ്ങി, ബോട്ട് മുങ്ങിത്തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും നീന്താൻ അറിയാവുന്നവർ നീന്തി രക്ഷപ്പെട്ടു. അല്ലാത്തവർക്ക് വന്ന് രക്ഷാ ബോട്ടുകൾ ദൂരം നിന്ന് കണ്ടവർ ഓടി വന്ന് ഇവരെ സഹായിക്കാനായിട്ട് വന്നു. അപ്പോൾ ഈ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു, എന്നെ ദൈവം രക്ഷിച്ചുകൊള്ളും, നിങ്ങൾ ആരും എന്നെ സഹായിക്കണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇയാൾ വരുന്നില്ല എന്ന് കണ്ടു. ഒരു പലക കഷ്ണത്തെ പിടിച്ച് കിടന്ന ഈ മനുഷ്യനെ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ കൂടെ ഒരു മുതല വന്നു. ആ മുതലയെ കണ്ടിട്ടും ഇയാൾ പേടിക്കാതെ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് പോരാനോ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നൊന്നും നോക്കാതെ ആ മുതലയുടെ കണ്ടിട്ടും പറഞ്ഞു, ഈ മുതലയുടെ വാലയെ പിടിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ദേഹത്ത് പിടിച്ചൊന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, കാരണം ദൈവം എന്നെ രക്ഷിക്കുമെന്ന്. അവൻ അതിനുശേഷം മൂന്നാമത് ഒരു വള്ളക്കാരൻ വന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞു, എന്നെ ദൈവം രക്ഷിച്ചുകൊള്ളും, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന്. അതിനുശേഷം അവിടെ കൂടി വേറൊരു പലക കഷ്ണം ഒഴുകി വന്നു, വലിയൊരു പലക കഷ്ണം. അതിലും അവൻ പിടിച്ചില്ല. അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം, ഞാൻ വിശ്വാസിയാണ്, ഞാൻ നിന്റെ പേർക്ക് ഇത്രയും കാലം പ്രവർത്തിച്ചവനാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. എന്നാൽ ഈ രക്ഷാകൂട്ടുകാരെയോ വള്ളക്കാരെയോ ഈ മുതലയെയോ അതും അല്ലെങ്കിൽ ഈ വലിയ പലക കഷ്ണം ഒഴുകി വന്നതിലൊന്നും പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഇയാൾ അല്പസമയം കഴിഞ്ഞപ്പോൾ കൈകാലുകൾ കുഴഞ്ഞ് വെള്ളത്തിൽ താണുപോയി അവിടെ മരണപ്പെട്ടു. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവമേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ സഹായങ്ങളൊക്കെ ദൈവം എണ്ണി എണ്ണി അവനോട് ചോദിച്ചു എന്നാണ് കഥയിൽ പറയുന്നത്. അതിൽ നീ എന്തുകൊണ്ട് ആ രക്ഷാ ബോട്ടുകാരെ ഞാൻ അയച്ചപ്പോൾ അവർ അതിൽ കയറിയില്ല, ഞാൻ വള്ളക്കാരെ വിട്ടപ്പോൾ നീ എന്തുകൊണ്ട് കയറിയില്ല, അതിനുശേഷം ഒരു മുതലയോട് പറഞ്ഞു വിട്ടു, നീ അതിൻ്റെ വാലിലും പിടിക്കാൻ ശ്രമിച്ചില്ല, അതുകൂടാതെ ഒരു വലിയ പലക കഷ്ണം നിൻ്റെ അടുത്തുകൂടെ പറഞ്ഞു വിട്ടു, അതിലും നീ കയറാൻ താല്പര്യപ്പെട്ടില്ല. അതായത് ഞാൻ നിനക്ക് അയച്ചു തന്നതായ കൃപാവരങ്ങൾ നീ സ്വീകരിക്കാഞ്ഞതിനാൽ നീ മരണപ്പെട്ടു. സോറി എന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ ഒരിക്കൽ വായിക്കുകയുണ്ടായി. ഞാൻ പറയുവാൻ കാരണം ഇത്രമേ ഉള്ളൂ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കൃപാവരങ്ങളെ നമുക്ക് സ്വീകരിക്കണം. നമുക്ക് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സ്വീകരിക്കണമെന്ന് നാം അറിയേണ്ടതുണ്ട്. ബാങ്കിൽ ചെക്ക് കൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറകിൽ സിഗ്നേച്ചർ ചെയ്തില്ല എങ്കിൽ അവർ നമുക്ക് ആ പൈസ എൻകാഷ് ചെയ്യുകയില്ല. എന്നതുപോലെ തന്നെ ദൈവം നമ്മൾക്ക് തരുന്നതായ കൃപാവരങ്ങളെ നമ്മൾ കൃത്യമായി സ്വീകരിക്കുവാൻ വേണ്ടി രണ്ട് കരങ്ങളും നീട്ടി അവൻ്റെ പ്രഭാതത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് അവൻ തരുന്നതായ എല്ലാ കൃപാവരങ്ങളും സ്വീകരിക്കുവാൻ സാധിക്കും എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ തിരുത്തേണ്ടതുണ്ട് എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.